തിരുവനന്തപുരം മുൻ മേയർ ആര്യ രാജേന്ദ്രനെതിരെ നിലപാടെടുത്ത വഞ്ചൂർ മുൻ കൌൺസിലർ ഗായത്രി ബാബുവിനെ തള്ളി മന്ത്രി ശിവൻകുട്ടി. ആര്യയുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഒരു പരാതിയും പാർട്ടിക്ക് ലഭിച്ചിട്ടില്ല. ഗായത്രി ബാബുവിന്റെ പ്രതികരണം പാർട്ടി പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇതിനിടെ ഒരു ഇഞ്ച് പിന്നോട്ടില്ലെന്ന പ്രതികരണവുമായി ആര്യ രാജേന്ദ്രൻ രംഗത്തെത്തി. വാട്സാപ്പ് സ്റ്റാറ്റസിലൂടെയാണ് ആര്യയുടെ പ്രതികരണം. ഗായത്രി ബാബുവിന്റെ പ്രസ്താവന അത് വ്യക്തിപരമായിട്ടുള്ള അവരുടെ അഭിപ്രായ പ്രകടനം മാത്രമല്ല, പാർട്ടിയുടെ അഭിപ്രായം. മേയർ ആര്യ രാജേന്ദ്രൻ പാർട്ടിക്ക് വിധേയമായി കൊണ്ട് തന്നെയാണ് പ്രവർത്തനങ്ങൾ ആകത്തിൽ നടത്തിയിട്ടുള്ളത്. ആര്യയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് ഒരു പരാതി ലഭിച്ചിട്ടില്ല. അതെല്ലാം വെറും പ്രചരണം മാത്രമാണ്. ഞാൻ പറഞ്ഞില്ല, അത്തരം പ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പാർട്ടി പരിശോധിക്കും. അത് പാർട്ടി പരിശോധിക്കും. തോറ്റപ്പോൾ ഇതെല്ലാം കുറ്റവും കൂടെ കൊണ്ട് മേയറുടെ തലയിൽ ചാരാ. ജയിച്ചിരുന്നെങ്കിൽ നല്ല മേയർ എന്നുള്ള നിലയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. അർജുൻ കല്യാട് വിവരങ്ങളുമായി. അർജുൻ, ഇപ്പോൾ മുൻ മേയർ ആര്യയ്ക്ക് പൂർണ്ണമായ പിന്തുണ നൽകിയാണ് മന്ത്രി ശിവൻകുട്ടി. ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഗായത്രിയുടെ പ്രതികരണം വന്നത്. പിന്നീട് അത് ആ പോസ്റ്റ് മാറ്റുകയും ചെയ്തിരുന്നു. ഇപ്പോൾ വാട്സപ്പ് സ്റ്റാറ്റസിലൂടെ ആര്യയുടെ മറുപടിയും വരികയാണ്. ഇത് യഥാർത്ഥത്തിൽ ഈ രണ്ടു പേർക്കിടയിലെ ഒരു തർക്കമോ അവർക്കിടയിലെ ഒരു പ്രശ്നമായിട്ടാണോ പാർട്ടി കാണുന്നത്? സ്മൃതി, നമുക്കൊരിക്കലും അങ്ങനെ കാണാൻ വേണ്ടി കഴിയില്ല. സ്വാഭാവികമായും പാർട്ടിക്കകത്തുണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ നേരത്തെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി CPIM ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉൾപ്പെടെ നടന്നിട്ടുള്ള ചില ചർച്ചകൾ, ചില വാക്ക് തർക്കങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിലുള്ളതാണ്. വാർത്തകളായി അത് പുറത്തേക്ക് വരികയും ചെയ്തതാണ്. അതിൻ്റെ വേറൊരു വേർഷൻ എന്ന രീതിയിൽ മാത്രമേ നമുക്ക് ഈ ഗായത്രി ബാബുവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റും അതിന് ആര്യയുടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന മറുപടിയുമൊക്കെ കാണാൻ വേണ്ടി കഴിയുകയുള്ളൂ. പക്ഷേ പാർട്ടിക്കകത്ത് ഇത്തരമൊരു പരാതി ഇതുവരെയും ഗായത്രി ബാബു ഉന്നയിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു കാര്യം ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നതിന് പിന്നാലെ ഗായത്രി ബാബു ഈ ഫേസ്ബുക്കിലൂടെ കുറിച്ചത് എന്നുള്ള കാര്യം തങ്ങൾക്കറിയില്ല. പക്ഷേ പാർട്ടിയുടെ മുൻപാകെ ഇങ്ങനെ ഒരു പരാതി ഇതിനു മുൻപ് വന്നിട്ടേ ഇല്ല എന്നുള്ളതാണ് വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ, തിരുവനന്തപുരം കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയിട്ടുള്ള എല്ലാ നേതാക്കളും ഇതേ കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത്. എന്നാൽ പാർട്ടിക്കകത്ത് ഇത്തരം ചില കാര്യങ്ങൾ നേരത്തെ തന്നെ ചർച്ചയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ആര്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല വാർഡ് കൗൺസിലർമാരും ഇത്തരം ചില പ്രശ്നങ്ങൾ നേതൃത്വത്തിന് മുൻപാകെ ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ നേതൃത്വം അതിൽ കാര്യമായ രീതിയിൽ ഇടപെട്ടില്ല എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. പക്ഷേ എന്തായാലും ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ആര്യയെ ഏതെങ്കിലും തരത്തിൽ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഒറ്റപ്പെടുത്താനോ വിമർശനങ്ങളുടെ മൂർച്ച കൂട്ടിക്കൊണ്ട് ആര്യക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ ഒരു നീക്കത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് പാർട്ടി നേതൃത്വം സ്വീകരിക്കുന്നത്. ഗായത്രി ബാബുവിനെ പൂർണ്ണമായും തള്ളുക, അതോടൊപ്പം തന്നെ ആര്യ രാജേന്ദ്രന് പൂർണ്ണമായിട്ടുള്ള സംരക്ഷണം ഒരുക്കുക അല്ലെങ്കിൽ പിന്തുണ നൽകുക എന്നുള്ള നിലപാടിൽ തന്നെയാണ് CPM നേതൃത്വമുള്ളത്. എന്നാൽ ഈ വിമർശനങ്ങൾ, ഉന്നയിക്കപ്പെട്ട വിമർശനങ്ങൾ, ഗായത്രി ബാബു ഉന്നയിച്ചിട്ടുള്ള ആ വിമർശനങ്ങൾ അത് കൃത്യമായ രീതിയിൽ തന്നെ പരിഗണിക്കപ്പെടണം എന്നുള്ള അഭിപ്രായവും CPM-നകത്തെ ഒരു വിഭാഗത്തിനുണ്ട് എന്നുള്ള കാര്യം കൂടി ആ ഘട്ടത്തിൽ പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. സ്മൃതി, ശരി. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്.